നിങ്ങൾ എന്തായാലും വിശ്വസിക്കില്ല. കാരണം എൻ്റെ മൊബൈൽ ഫോണിൽ ഏകദേശം 15 GB 14.2 GB ഉള്ളപ്പോൾ ഞാൻ ഒരൊറ്റ ക്ലിക്കിൽ, അതായത് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഫോട്ടോസോ വീഡിയോസോ ഒന്നും ജിമെയിലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാതെ ആക്കിയത് കണ്ടാളെ. ഒരു 10 മിനിറ്റ് ഒന്ന് പ്രോസസ്സിങ് എടുത്തപ്പോൾ 3.3 GB എനിക്ക് സ്റ്റോറേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വീഡിയോസോ ഫോട്ടോസോ ക്വാളിറ്റി ഒന്നും പോകാതെ നിങ്ങൾക്കും ഈ സിമ്പിൾ ട്രിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഈ ഗൂഗിൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് പിന്നെ കൂടുതലുള്ള ജിമെയിൽ ഏതാണോ ഉള്ളത് നിങ്ങൾ ഇവിടെ സെലക്ട് ആക്കി കൊടുക്കണം. ഈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നിലധികം ജിമെയിൽ ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതിലാണോ നിങ്ങൾക്ക് സ്റ്റോറേജ് കുറയ്ക്കേണ്ടത് അത് നിങ്ങൾ മസ്റ്റായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓട്ടോ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആയതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ അത് ഓട്ടോമാറ്റിക് ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറുന്നതും. അങ്ങനെ നിങ്ങളുടെ 15 GB അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അത് ഫുള്ളാകുന്ന സമയത്താണ് നേരത്തെ കാണിച്ചതുപോലെ ഫുള്ളായിട്ടുള്ള വാർണിംഗ് മെസ്സേജും എല്ലാ മെസ്സേജും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ നിങ്ങൾക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു മാസം നിശ്ചിത പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി GB വാങ്ങിക്കാൻ സാധിക്കും. ആ ഒരു ബാക്കപ്പ് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും അവസരത്തിൽ അത്തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും റിക്കവർ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഓട്ടോ ഓണും ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതായാലും വന്നിരിക്കുന്ന സ്റ്റോറേജ് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ ചെയ്യേണ്ടത് ഡാഷ്ബോർഡ് നടിയാം. ഇതുപോലെ ഡാഷ്ബോർഡ് എന്ന് അടിച്ചാൽ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഡാഷ്ബോർഡിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഗൂഗിൾ മസ്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ ഗൂഗിൾ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഹോം പേജ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടി നിങ്ങളിവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ആണ്, അത് ഡിസേബിൾ ആക്കി കൊടുക്കുക. അങ്ങനെ ആക്കി കൊടുത്താൽ മൊബൈലിൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്കിവിടെ ഫ്രെയിം ചെയ്ത് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. അങ്ങനെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഒരു ഫോട്ടോസ് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഹോം പേജ് നിങ്ങൾക്ക് വരും. ഇവിടെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് സ്റ്റോറേജ് ലഭിക്കാമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ 3 ലൈൻ കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നിലവിൽ എത്ര GB ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. 15-ൽ 5.2 GB മാത്രമാണ് സ്റ്റോറേജ് ഞാൻ യൂസ് ചെയ്തത്. അതായത് ഇതെൻ്റെ ഉമ്മൻ്റെ മൊബൈൽ ഫോണാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിലുള്ളതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് ടൈം കാണിച്ചു തന്നത്. സക്സസ് ആണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ ഒരു സ്റ്റോറേജ് എന്ന നീല ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷൻ എനേബിളായി വരുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യും. അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ റിക്കവർ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ നേരെ അടിയിൽ നീല അക്ഷരത്തിൽ മോർ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യക്തമാക്കി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഫ്രം ഒറിജിനൽ ക്വാളിറ്റി ടു സ്റ്റോറേജ്. അതായത് നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും ക്വാളിറ്റി നഷ്ടപ്പെടാതെ അത് കംപ്രസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇനി അതിന് വേണ്ടി നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു പെട്ടിയിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അവിടെ കംപ്രസ് പറഞ്ഞ ഈ ഓപ്ഷനിൽ കംപ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഏത് പണിയെടുക്കുക. അതായത് നിങ്ങൾക്ക് ഇനി എന്തും ചെയ്യാം. നിങ്ങളൊരിക്കും ഒരു അരമണിക്കൂർ വന്നതിന് ശേഷം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കംപ്രസിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ 3 ലൈനിൽ വന്നിട്ട് എല്ലാം ഒഴിവാക്കിയ ശേഷം നിങ്ങൾ 3 ലൈനിൽ വന്നിട്ട് ആ ഒരു സ്റ്റോറേജ് ഇവിടെ ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും. ഒരുപാട് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ നിങ്ങൾ ബാക്കി പരിപാടികൾ നിങ്ങൾ ചെയ്തോളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ